വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 8ാം ക്ലാസ്സുകാരന് ജീവൻ നഷ്ടമായ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് മന്ത്രിമാരുടെ സംഘം എത്തിയിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ KN ബാലഗോപാലും ഇപ്പോൾ സ്കൂളിൽ നേരിട്ടെത്തി അവിടെ നിന്ന് മാനേജ്മെന്റ് പ്രതിനിധികളുമായി, അധ്യാപകരുമായി, വകുപ്പ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇപ്പോഴിതാ മന്ത്രിയുടെ പ്രതികരണം, അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു, പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്, വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട്, സമഗ്രമായ റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. ഒരു പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലേക്ക് വരാനുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, സാഹചര്യങ്ങൾ തിരക്കുന്നുണ്ട് എന്ന കാര്യം കൂടി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു. അതുപോലെ സർക്കാരിനൊപ്പമാണ്, മിഥുനൊപ്പമാണ് സർക്കാർ എന്ന കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിക്കുകയാണ്. ഇതിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മുന്നൊരുക്കം നടത്താൻ തയ്യാറാകാത്തവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിക്കുകയാണ്. കുടുംബത്തോടൊപ്പമാണ് സർക്കാർ ഉള്ളത്. കുടുംബത്തിന് നൽകാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും സർക്കാർ നൽകും. സർക്കാർ പൂർണ്ണമായി കുടുംബത്തോടൊപ്പം ഉണ്ടാകും. സർക്കാരിന് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ യാതൊരു കാലതാമസവും ഉണ്ടാകില്ല എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ പ്രതികരണത്തിലേക്ക് സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എയ്ഡഡ് മാനേജ്മെന്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെന്റ് ആദ്യമായി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ HMനെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ താൽക്കാലികമായി ഉള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നാലാമത്തെ കാര്യം, കുട്ടിയുടെ അനിയൻ അവൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം തീരുമാനിച്ചത്, മാനേജ്മെൻറ്റ് ഈ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് വയ്ക്കുവാൻ ഉണ്ട്. ആറാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, സ്കൗട്ട്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു സാമാന്യം മെച്ചപ്പെട്ട ഒരു വീട് അയാൾക്ക് വളരെ താമസിക്കാതെ തന്നെ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തീരുമാനിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. വൈദ്യുതി വകുപ്പ് 5 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ വാഗ്ദാനം ഇന്ന് വൈകിട്ട് അവരെത്തിക്കുന്നു അവർ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഒരു 3 ലക്ഷം അവരൊരു ഫണ്ടായിട്ട് കൂട്ടുണ്ട്. അയാളുടെ ഒരു അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്കും കൂട്ടിക്കൊണ്ടാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതിന് ശേഷം ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമമുണ്ട്. അത് അദ്ദേഹം കൂടെ മുൻകൈയെടുത്ത് അത് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യും. എന്തായാലും കാര്യങ്ങൾ സംഭവിച്ചു പോയി, മേൽ സംഭവിക്കാതിരിക്കണം. വളരെ സാമൂഹികപരമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ വളരെ പിന്നോക്കമുള്ള ഫാമിലിയാണ്. നമുക്ക് ആർക്കും പൊറുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യും. അന്ന് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇവിടെ DU ആയിരുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ചുമതലയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പം ഇവിടെ കൊല്ലം DU ആണ്. നടപടി എടുക്കാതിരിക്കാൻ കാരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് കൊടുക്കാനും തീരുമാനിച്ചു. അപ്പോൾ സാധ്യമായ നിയമത്തിൻ്റെ മുന്നിൽ സാധ്യമായതും നിയമത്തിന് ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കൂടി സഹായത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആലോചിച്ച് ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു രാഷ്ട്രീയ സമരം ആക്കാൻ വേണ്ടി പാടില്ല, ഒരു കാരണവശാലും പാടില്ല. ഞാനിവിടെ പ്രഖ്യാപിച്ച പോലുള്ള സഹായ പ്രഖ്യാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ വേണ്ടത്. അതുകൂടി ഒന്ന് സൂചിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു നടപടി സ്വീകരിക്കുന്നതിന് ഒരു ചട്ടം ഞാൻ കംപ്ലീറ്റ് വായിച്ചു നോക്കി. അതിൻ്റെ കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കയറി കിടക്കുകയാണ്. നോട്ടീസ് കൊടുക്കണം. അത് മാനേജ്മെൻറ്റ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
മുസ്ലിം പ്രധാന അധ്യാപകർ മാത്രമാണ് ഇന്നത്തൊരു കുറ്റക്കാരിയാവുന്നത്. കാരണം സർക്കാർ ഇറക്കിയ മാനദണ്ഡപ്രകാരം 3 ഘട്ടത്തിലുള്ള പരിശോധന ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഈ ഇൻസ്പെക്ടർ അടക്കം ഫിറ്റ്നസ് നൽകുന്നത് ആ പരിശോധന നൽകിയ ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ ഇക്കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഭാഗം അവിടെയാണ് വേണ്ടത്. ഇതോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം ഉണ്ടായി, മറ്റ് സ്കൂളുകളിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ളൊരു പരിശോധന മൊത്തത്തിൽ നടത്തുന്നുണ്ട്. 14,000 സ്കൂളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 14,000 സ്കൂളുണ്ട്. നമുക്ക് 1,92,000 അധ്യാപകരുണ്ട്. ഏതാണ്ട് 47,000 വരുന്ന പിന്നെ കുട്ടികളുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ലക്ഷം കുട്ടികളുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. എങ്കിൽ തന്നെ അതെ, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഞാൻ വന്നതിന് ശേഷം മുമ്പും ഇത്തരം സംഭവങ്ങളില്ല. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ അവിടെ തിരുവനന്തപുരം നിൽക്കുകയാണ്. ഒരു അടിയന്തര ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടി DD-മാർ, DO-മാർ, AIO-മാരുടെ ഓൺലൈൻ മീറ്റിംഗ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സാധ്യമായ എല്ലാ നടപടികളും എടുത്തിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ KN ബാലഗോപാലും സാഹചര്യം വിശദീകരിക്കുകയാണ്. മാധ്യമങ്ങളെ കാണുകയാണ്. പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഉണ്ടായിരിക്കുന്നത്, വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന സമയത്ത് DO ആയ വ്യക്തിയോട് വിശദീകരണം തേടി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില സഹായങ്ങൾ കൂടി, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടി മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. വൈദ്യുതി വകുപ്പിൻ്റെ സഹായം എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ ഉടൻ തന്നെ കൈമാറും. വിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷം രൂപ മിഥുൻ്റെ കുടുംബത്തിന് കൈമാറും. വീട് നിർമ്മിച്ച് നൽകുമെന്ന് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മിഥുൻ്റെ കുടുംബത്തിനൊപ്പം പൂർണ്ണമായും സർക്കാർ ഉണ്ടാകും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് മന്ത്രിമാർ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന മറ്റൊരു ദൃശ്യം, അത് ഇന്നലെ ചിഞ്ചു റാണിയുടെ ഒരു വിവാദ പരാമർശം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷം. മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത്.